അപ്പോൾ അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന് ബ്രേക്ക് ഇട്ട പോലെ അല്ലേ. നമുക്ക് നമ്മുടെ അഗ്രഷനിൽ റിസ്ക് എടുത്തിട്ട് ഏത് ലെവലിൽ എന്ത് വേണം ഇപ്പുറത്തെ സൈഡ് സേഫായി. ഈ എവറി ബിസിനസ് ഓണേഴ്സ് നിങ്ങളൊരു പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നമ്മുടെ വൈഫിനെയും നമ്മുടെ മക്കളെയും അതിൻ്റെ ബെനിഫിഷ്യറി ആക്കുക. ഈ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റും ആൾക്കാർ കൺഫ്യൂസ്ഡാണ് ശ്രീത്തെ. എന്നോട് പണ്ടൊരാൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഫാമിലി ട്രസ്റ്റാണ് ഉണ്ടാക്കിയത്, എൻ്റെ ബിസിനസ് മൊത്തം ഭാര്യയും പുള്ളിയും കൂടി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യണം, അതും ഇത് തമ്മിൽ രണ്ടാണ്. അവ പുള്ളി പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും ആണ് പാർട്ട്ണർ, അപ്പോൾ അത് എൻ്റെ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റാണ്. പറഞ്ഞു കൊടുത്തേ. ഇതിൻ്റെ സൊല്യൂഷൻ ഞാനത് പറഞ്ഞത്. ഇതിൻ്റെ അതായത് ഏത് ബിസിനസ്സിനും ഒരു ബ്യൂട്ടിഫുൾ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിവേ നമുക്കൊരു ഏത് ബിസിനസ്സിനും ഫണ്ടമെൻ്റൽ വേണ്ടത് മിനിമം റവന്യൂ മോഡൽ. എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് മിനിമം റവന്യൂ മോഡൽ. അതായത് അതാണ് ഒരു ബ്രേക്ക് ഈവൻ മിനിമം റവന്യൂ മോഡൽ. ദെൻ അതിനുശേഷം നമ്മൾ സ്കെയിലപ്പ് ചെയ്യണം. റവന്യൂ കണ്ടുപിടിക്കാതെ വന്നിട്ട് ചുമ്മാ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതും പ്രശ്നമാണ്. അപ്പോൾ ഒരു മിനിമം, അതേപോലെ തന്നെ നമുക്ക് ഒരു മിനിമം ഇൻകം മോഡൽ നമ്മുടെ ഫാമിലിക്ക് വേണം. ഒരു മിനിമം ഇൻകം. മിനിമം ഇൻകം മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാസം എത്രയാണോ എൻ്റെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, 50,000, 1 lakh, 2 lakh, 3 lakhs, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ പോർട്ട്ഫോളിയോ. ഓക്കെ, അതാണ് ഞാൻ മന്ത്ലി ഒരു ഫാമിലിക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഞാനില്ലെങ്കിൽ ആര് ചിലവാക്കും? ഇപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നതുകൊണ്ട് വൈഫ് സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ഞാൻ നാളെ ഗൂഗിൾ പേ ചെയ്യാൻ ആളില്ലെങ്കിൽ ആര് ചെയ്യും അല്ലേ? അപ്പം സംബഡി ഷുഡ് ബി ദർ ടു ടേക്ക് കെയർ ഓഫ് ദ വൈഫ് ആൻഡ് ഫാമിലി. കാരണം നമ്മൾ കൊണ്ട് നടക്കുന്ന ബിസിനസ്സിൽ റിസ്ക്, ലയബിലിറ്റി ഇതെല്ലാം വന്ന് അവസാനം എന്തെങ്കിലും വലിയൊരു വരുവാണെങ്കിൽ പലപ്പോഴും പകുതി 90% ആൾക്കാർ പൊട്ടിപ്പാളീസായെന്ന് പറയാം. പൊട്ടിപ്പാളീസാകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മൊത്തത്തിൽ വൈപ്പ് ഓഫ് ആയിട്ടുണ്ടാവും. നമ്മുടെ പേഴ്സണൽ അസറ്റും വൈപ്പ് ഓഫ് ആയി പോകും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കുക. നമ്മളതിൻ്റെ സെറ്റിലർ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ 25 ലക്ഷം രൂപ ഈ ട്രസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ആസ് എ സെറ്റിലർ. നമ്മുടെ വൈഫ്, നമ്മുടെ മക്കൾ, ഇവരൊക്കെയാണ് ബെനിഫിഷ്യറി. അതിൻ്റെ മക്കൾ ചിലപ്പോൾ ചെറിയ കുട്ടികളായാലും ബെനിഫിഷ്യറി. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പ്രൈവറ്റ് ട്രസ്റ്റ് ആക്കി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം ആ ട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആ ട്രസ്റ്റ് ഷെയർസ് വാങ്ങിക്കാം. ഇറ്റ് വിൽ ബൈ. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളെ പോലത്തെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ട്രസ്റ്റ് വിൽ ക്യാരി ദ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒരു മിനിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഈവൻ ഡെപ്പോസിറ്റ് ഇടാം ഈ ട്രസ്റ്റിൻ്റെ പേരിൽ. അപ്പോൾ അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന് ബ്രേക്ക് ഇട്ട പോലെ അല്ലേ. നമുക്ക് നമ്മുടെ അഗ്രഷനിൽ റിസ്ക് എടുത്തിട്ട് ഏത് ലെവലിൽ എന്ത് വേണം ഇപ്പുറത്തെ സൈഡ് സേഫായി അല്ലേ. ഇത് ഞാൻ പറയും എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എവറി ഫാമിലി.